നമസ്കാരം. VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രാകേഷ് KR. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. 10 വർഷത്തെ ഇടതുഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് 102 സീറ്റുകളുമായി UDF കേരളത്തിൽ ഉജ്ജ്വല വിജയം നേടി അധികാരം പിടിച്ചെടുത്തു. CPMന്റെ ചെങ്കോട്ടകളായ തളിപ്പറമ്പും പയ്യന്നൂരും ഉൾപ്പെടെ തകർത്തെറിഞ്ഞ UDF തരംഗത്തിൽ മന്ത്രിസഭയിലെ ഭൂരിഭാഗം പേരും പരാജയപ്പെട്ടപ്പോൾ 35 സീറ്റുകളിലേക്ക് LDF നിലംപൊത്തി. മുസ്ലിം ലീഗ് ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടം കൈവരിക്കുകയും BJP 3 സീറ്റുകളിൽ വിജയിക്കുകയും ചെയ്ത ഈ തെരഞ്ഞെടുപ്പിൽ വടക്കൻ കേരളത്തിലെ അട്ടിമറി വിജയങ്ങൾ കോൺഗ്രസിന് കരുത്തുറ്റ തിരിച്ചുവരവായി. വടക്കാഞ്ചേരി അകമല റെയിൽവേ മേൽപ്പാലത്തിന് സമീപം കേരള വിഷന്റെ ഇന്റർനെറ്റ് ഡിജിറ്റൽ ഫൈബർ കേബിളുകൾ വ്യാപകമായി നശിപ്പിച്ചു. ഞായറാഴ്ച രാത്രി 10 മണിയോടെ നടന്ന ഈ അട്ടിമറിയിലൂടെ വടക്കാഞ്ചേരി, ചേലക്കര, പട്ടാമ്പി, ഒറ്റപ്പാലം മേഖലകളിലെ ഇന്റർനെറ്റ് ഡിജിറ്റൽ സേവനങ്ങൾ പൂർണ്ണമായും തടസ്സപ്പെട്ടു. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരാനിരിക്കുന്ന നിർണായക സമയത്ത് നടന്ന ഈ നീക്കത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കേബിൾ TV ഓപ്പറേറ്റർമാർ വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പോരാട്ടം നടന്ന തൃത്താലയിൽ മന്ത്രി MP രാജേഷിനെ 8385 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി VT ബൽറാം മണ്ഡലം തിരിച്ചുപിടിച്ചു. ബൽറാം 76,427 വോട്ടുകൾ നേടിയപ്പോൾ 68,042 വോട്ടുകൾ മാത്രമാണ് MP രാജേഷിന് ലഭിച്ചത്. BJP സ്ഥാനാർത്ഥി V ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ 15,051 വോട്ടുകൾ നേടി. 2021 തോൽവിക്ക് ശേഷം മണ്ഡലത്തിൽ ബൽറാം നടത്തിയ ചിട്ടയായ പ്രവർത്തനങ്ങളും ഭരണവിരുദ്ധ വികാരവുമാണ് UDFന് തകർപ്പൻ വിജയം സമ്മാനിച്ചത്.